നമസ്കാരം. പ്രധാന വാർത്തകൾ. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ യുവാവ് കാപ്പ നിയമപ്രകാരം ഒറ്റപ്പാലത്ത് അറസ്റ്റിൽ. കണിയമ്പുറം സ്വദേശി വിഷ്ണു എന്ന സൽമാനെയാണ് കാപ്പ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. 6 മാസത്തെ കരുതൽ തടവിനായി ഇയാളെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. അമ്പലപ്പാറയിൽ ഓട്ടോ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്നും 85,000 രൂപ കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി രംഗൻ എന്ന സന്തോഷ് ബാബുവാണ് അറസ്റ്റിലായത്. മോഷണം സമാനമായ കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പിടാൻ പൊളിച്ച റോഡ് പഴയപടിയാക്കിയില്ല. അപകടക്കടിയായി കരിങ്കലത്താണി വെട്ടത്തൂർ തൂത റോഡ്. പൊളിക്കാൻ കാണിച്ച താൽപര്യം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർക്കില്ലെന്ന ആക്ഷേപം. ചെറുകാടിന്റെ ആത്മകഥ ജീവിതപാത 50 ആണ്ടിന്റെ നിറവിൽ. ആത്മകഥയെ ആസ്പദമാക്കി വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ ഒരുക്കങ്ങൾ തുടങ്ങി. കർഷക സമരങ്ങളോട് കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞ സമീപനമാണ് സ്വീകരിച്ചതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. കിസാൻ സഭ മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. കാപ്പ നിയമപ്രകാരം ഒറ്റപ്പാലത്ത് യുവാവ് അറസ്റ്റിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കണിയമ്പുറം സ്വദേശി വിഷ്ണു എന്ന സൽമാനാണ് അറസ്റ്റിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒറ്റപ്പാലം കണിയമ്പുറം ചാത്തൻപ്ലാക്കിൽ 27-കാരനായ വിഷ്ണു എന്ന സൽമാനാണ് കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായത്. പാലക്കാട് എസ്.പിയുടെ ശുപാർശ പ്രകാരം ജില്ലാ കലക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് വിഷ്ണുവിനെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 6 മാസത്തെ കരുതൽ തടവിനായി ഇയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4 ലക്ഷം രൂപയും 17.5 പവനും തട്ടിയ കേസിലും, ചങ്ങരംകുളത്ത് ആളെ തട്ടിക്കൊണ്ടുപോയി 36 ലക്ഷം രൂപയുടെ സാധനങ്ങൾ തട്ടിയെടുത്ത കേസിലും, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ആളെ കൊല്ലാൻ ശ്രമിച്ച കേസിലും വിഷ്ണു പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൂടാതെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാരകായുധം കൈവശം വെച്ചതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ ഓട്ടോ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്നും 85,000 രൂപ കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി രംഗൻ എന്ന സന്തോഷ് ബാബുവാണ് ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായത്. അമ്പലപ്പാറയിലെ ഓട്ടോ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലെ മേശവലിപ്പിലെ പേഴ്സിൽ സൂക്ഷിച്ച 85,000 രൂപ മോഷ്ടിച്ച കേസിലാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറം കരുവാരക്കുണ്ട് വെട്ടിക്കുന്ന് പുഴക്കൽ വീട്ടിൽ 46-കാരനായ രംഗൻ എന്ന സന്തോഷ് ബാബുവാണ് പോലീസിന്റെ പിടിയിലായത്. സമാനമായ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് സന്തോഷ് ബാബു എന്ന് പോലീസ് പറഞ്ഞു. കേസിൽ പ്രതിയായ സന്തോഷ് ബാബു ഓഗസ്റ്റ് 15-ന് സമാനമായ കേസിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷമാണ് അമ്പലപ്പാറയിലും മോഷണം നടത്തിയത്. അമ്പലപ്പാറയിലെ മോഷണത്തിന് ശേഷവും പലയിടത്തും ഇയാൾ മോഷണം നടത്തിയതായും പോലീസ് അറിയിച്ചു. മോഷ്ടിച്ച തുക ഉപയോഗിച്ച് ഒരു മൊബൈൽ ഫോണും 24,000 രൂപയ്ക്ക് ബൈക്കും പ്രതി വാങ്ങിയതായി പോലീസ് പറഞ്ഞു. ഓഗസ്റ്റ് 31-ന് രാവിലെയാണ് ഓട്ടോ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിനുള്ളിലെ മേശവലിപ്പിനുള്ളിലെ 2 പേഴ്സുകളിലായി സൂക്ഷിച്ചിരുന്ന 85,000 രൂപ മോഷണം പോയത്. കാലി പേഴ്സുകൾ പിന്നീട് പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിന്റെ കവാടത്തിന് സമീപത്തു നിന്നും ലഭിച്ചിരുന്നു. പേഴ്സിലെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞ സുഹൃത്ത് വിളിച്ചപ്പോഴാണ് വിവരം കടയുടമ സുരേഷ് അറിഞ്ഞത്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പിടാൻ പൊളിച്ച ഭാഗങ്ങൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. കരിങ്കലത്താണി വെട്ടത്തൂർ തൂത റോഡിന്റെ വശങ്ങളാണ് തകർന്നു തരിപ്പണമായി കിടക്കുന്നത്. റോഡ് പൊളിക്കാൻ കാണിച്ച താൽപര്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർ കാണിക്കുന്നില്ലെന്നാരോപിച്ച് INTUC താഴേക്കോട് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നു. കരിങ്കലത്താണി ടൗൺ വഴി കടന്നു പോകുന്ന തൂത വെട്ടത്തൂർ റോഡിന്റെ വശങ്ങളിപ്പോൾ ഇങ്ങനെയാണ്. ഈ രീതിയിൽ റോഡിന്റെ വശങ്ങൾ തകരാൻ കാരണം ജൽജീവൻ മിഷന്റെ പൈപ്പിടലാണ്. പൈപ്പിട്ട ശേഷം മണ്ണ് മൂടി കുഴിയടച്ചെങ്കിലും ശക്തമായ മഴയിൽ മണ്ണൊലിച്ചുപോയി. കിലോമീറ്ററുകളോളം ഇപ്പോൾ വശങ്ങളിൽ കുഴിയാണ്. കരിങ്കലത്താണി ടൗണിനോട് ചേർന്ന ഭാഗങ്ങളിൽ വലിയ 2 വാഹനങ്ങൾ ഒരേ സമയം വന്നാൽ റോഡ് ബ്ലോക്കാവും. ചെറിയ വാഹനങ്ങൾ എന്നും അപകടത്തിൽപ്പെടുന്നുണ്ടെന്ന് പ്രദേശവാസിയായ ഷെരീഫ് ഹാപ്പി ലൈഫ് പറഞ്ഞു. റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ കാരണം ഒരുപാട് അപകടങ്ങൾ ഇപ്പം എൻ്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പറഞ്ഞാൽ നമ്മൾ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ആലിപ്പറമ്പ് ചത്തല്ലൂർ തൂത ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരു പ്രധാന ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോസ്പിറ്റൽ കേസുകൾ ഇതിൽ കൂടി പോണതാണ്. അത് ഈ റോഡ് ഇങ്ങനെ ആയ കാരണം വണ്ടികൾ ഈ എഡ്ജിലേക്ക് ഇറക്കണില്ല. അത് കാരണം വണ്ടികൾ ബ്ലോക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികൾ വരെ ഒരുപാട് വൈകിട്ടാണ് എത്തുന്നത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ റോഡ് കേടുന്ന കാരണം ഉണ്ടായിട്ടുണ്ട്. മാസങ്ങളോളമായി റോഡിന്റെ ഈ അവസ്ഥ തുടരുന്നു. റോഡ് പൊളിക്കാൻ കാണിച്ച താൽപര്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർക്കില്ലെന്ന് INTUC താഴേക്കോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ പാലോത്ത് പറഞ്ഞു. ട്യൂഷൻ സെൻ്റർ ഉണ്ട് ഇവിടെ. അതുപോലെ ചെറിയ കുട്ടികളൊക്കെ നടന്ന് കാൽനടയായിട്ടൊക്കെ ഉപയോഗിക്കണത്, നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡായിട്ടുള്ളത്. ഇവിടേക്ക് ഒരാൾ വീണാൽ കിട്ടാത്ത രീതിയിലായിട്ടുണ്ട്. എത്ര അപകടങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളൊക്കെ വന്നിട്ട് വീണ് എത്ര ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 4 മാസത്തിലധികമായി ഈ റോഡ് ഇങ്ങനെ ആയിട്ട്. ഇതുവരെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഈ സൈഡിൽ ഇത്രയും വലിയ അപകടങ്ങളെങ്കിലും ഒന്ന് ശരിയാക്കുക പോലും ചെയ്തിട്ടില്ല.
അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് എന്ന് റെഡിയാക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ MLAക്ക് നിവേദനം കൊടുത്തിരുന്നു. MLA അപ്പോൾ തന്നെ അത് വിളിച്ച് അതിൻ്റെ ആളുകളുമായിട്ട് സംസാരിച്ച് ഈ ആഴ്ചയിൽ തന്നെ പണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് നജീബ് കാന്തപുരം MLAക്ക് നിവേദനം നൽകിയിരുന്നു. ഉടൻ പരിഹരിക്കാമെന്ന ഉറപ്പാണ് കിട്ടിയതെന്ന് INTUC നേതാക്കൾ പറഞ്ഞു. എന്നാൽ സമയബന്ധിതമായി പ്രവൃത്തികൾ നടന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു. ചെറുകാടിൻ്റെ ആത്മകഥയായ ജീവിതപാത 50 ആണ്ടിൻ്റെ നിറവിൽ 50-ാം വാർഷികം ചെറുകാടിൻ്റെ ആത്മകഥയെ ആസ്പദമാക്കി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. പെരിന്തൽമണ്ണയിൽ ചെറുകാട് സ്മാരക ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു. 1974 ചെറുകാട് ഗോവിന്ദ പിഷാരടിയുടെ ആത്മകഥയായ ജീവിതപാത രചിക്കപ്പെട്ടത്. വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെട്ടതു മുതൽ എഴുത്തുകാരൻ, നോവലിസ്റ്റ്, നാടകകൃത്ത്, കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ, പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ, അധ്യാപകൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ ചെറുകാട് വ്യാപരിച്ചു. പിഷാരടി സമുദായ അംഗവും അമ്പലവാസിയുമായ ചെറുകാട് ഗോവിന്ദ പിഷാരടി കമ്മ്യൂണിസ്റ്റുകാരനായത് ചരിത്രപരമായ നിയോഗമായാണ് അദ്ദേഹം കണ്ടത്. പാർട്ടിക്ക് വേണ്ടി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയ മികച്ചൊരു കഥാകാരൻ കൂടിയാണ് ചെറുകാട്. അങ്ങനെയാണ് ആത്മകഥ രചിക്കപ്പെടുന്നത്. ഒരു കൂട്ടം മനുഷ്യരുടെ കഥ എന്ന് തൻ്റെ ആത്മകഥയെ ചെറുകാട് വിശേഷിപ്പിച്ചു. ഈ ആത്മകഥ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അക്കാലത്തെ ചരിത്രപരമായ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകർന്ന ഒന്നാണ്. ചെറുകാടിൻ്റെ ജീവിതപാത ആത്മകഥ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും നേടിയിട്ടുണ്ട്. ആത്മകഥ 50-ാം വാർഷികത്തിൻ്റെ നിറവിൽ എത്തി നിൽക്കുമ്പോൾ സമുചിതമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പെരിന്തൽമണ്ണയിലെ ചെറുകാട് സ്മാരക ട്രസ്റ്റിൻ്റെ പ്രവർത്തകർ. പെരിന്തൽമണ്ണ NGO യൂണിയൻ ഹാളിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെയർമാനും മുൻ MLAയുമായ V. ശശികുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ചെറുകാടിൻ്റെ ആത്മകഥയെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും വർത്തമാനകാല കേരളീയ സമൂഹത്തിലെ പ്രസക്തിയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും എന്തൊക്കെയെന്നുമുള്ള സംവാദങ്ങളും സെമിനാറുകളും ഉൾക്കൊള്ളിച്ചുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുക എന്ന് ചെറുകാട് ട്രസ്റ്റ് ചെയർമാൻ V. ശശികുമാർ പറഞ്ഞു. ചെറുകാട് സ്മാരക ട്രസ്റ്റിൻ്റെയും മമതയുടെ ആഭിമുഖ്യത്തിലാണ് ഇത്തവണത്തെ ചെറുകാട് ദിനം നടക്കുന്നത്. ചെറുകാട് അവാർഡ് നൽകലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അതോടൊപ്പം ആത്മകഥ, ജീവിതപാത എന്ന് പറയുന്ന ആത്മകഥ കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ജീവിതഗന്ധിയായ ഒരു ആത്മകഥയാണ്. സ്വയം കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരനെന്ന് വിശേഷിപ്പിച്ച ചെറുകാടിൻ്റെ ഈ ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡും ഉൾപ്പെടെ അവാർഡുകൾ ലഭിച്ച ആത്മകഥയാണ്. ആ ആത്മകഥയെ ആസ്പദമാക്കി ആത്മകഥകളിലൂടെ പുരോഗമന പ്രവർത്തകരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഈ ആത്മകഥയുടെ വർത്തമാനകാല കേരളീയ സമൂഹത്തിലെ പ്രസക്തി എന്താണെന്നും അക്കാദമിക്കായി ആ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനാണ് ഈ ചെറുകാട് ദിനം നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറുകാട് സ്മാരക ട്രസ്റ്റിൻ്റെയും മലപ്പുറം ജില്ലയിലെ സാംസ്കാരിക കൂട്ടായ്മയായ മമതയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ മുബാറക് സാനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KP മോഹനൻ, മണമ്പൂർ രാജൻ ബാബു, C. വാസുദേവൻ, PP വാസുദേവൻ, ഡോക്ടർ KK ബാലചന്ദ്രൻ, ഡോക്ടർ ഉണ്ണി ആമപ്പാറയ്ക്കൽ, P. ഷാജി, E. രാജേഷ്, വേണുപാലൂർ, അസീസ് തുവൂർ, M. അമ്മിണി തുടങ്ങിയവർ സംസാരിച്ചു. ചെറുകാട് വ്യാപരിച്ച എല്ലാ മേഖലകളും പരിപാടിയിൽ ചർച്ച ചെയ്യുമെന്നും പുരോഗമന പ്രസ്ഥാനങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഇതിലെ പ്രധാന ഘടകമാണെന്നും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മോഹനൻ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമായി എഴുതി കൊടുക്കുക എന്നുള്ളതാണ് തൻ്റെ ദൗത്യം എന്ന് തുറന്നു പറയാനൊരു വഴിയുണ്ടായിരുന്നില്ല. ഉദാഹരണത്തിന് കർഷക പ്രസ്ഥാനം വന്നു, കൃഷിഭൂമി കൃഷിക്കാരൻ എന്നുള്ള മുദ്രാവാക്യം വന്നു. ആ മുദ്രാവാക്യം വന്നപ്പോൾ ഒരു നാടകം എഴുതണം, നാടകം കളിക്കണം, പാർട്ടിക്ക് ഒരു നാടകം കളിക്കണം. അങ്ങനെയാണ് കേദാമോദരൻ്റെ പാട്ടവാക്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചെറുകാടിൻ്റെ നമ്മളൊന്നുണ്ടാകുന്നത്. തെക്കൻ പ്രദേശത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തോപ്പിൽ ബാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം വരുന്നത്. അപ്പോൾ ഇവരൊക്കെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എഴുതുക, പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സാഹിത്യം രചിക്കുക എന്നുള്ള ചിന്താഗതിക്കാരെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 50 വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ എന്താണ് പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു, അതായത് ഇത്രയും പ്രത്യേക രീതിയിലുള്ള ജീവിതം നയിച്ചിട്ടുള്ള ആ എഴുത്തുകാരുടെ ജീവിതവും ഇന്നത്തെ പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്താണ്, പ്രസ്ഥാനം എങ്ങനെയാണ് എഴുത്തുകാരെ ഇന്ന് കാണുന്നത്, സാംസ്കാരിക രംഗത്തെ കാണുന്നത്, ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വരും. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ചെറുകാടിൻ്റെ ആത്മകഥ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ്, കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ്, കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ്, കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ്. അങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് അധ്യാപകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും നടുവിൽ നിൽക്കുന്ന അയാളാണ് കേരളത്തിൽ കർഷക സംഘം ഉണ്ടാക്കിയത്, അയാളാണ് കേരളത്തിൽ ലൈബ്രറികൾ ഉണ്ടാക്കിയത്, അധ്യാപകനാണ്. അപ്പോൾ അധ്യാപക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ആത്മകഥ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ ചെറുകാടിൻ്റെ ജീവിതപാത ചർച്ച ചെയ്യപ്പെടും, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആത്മകഥ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ ചർച്ച ചെയ്യപ്പെടും, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒക്ടോബർ 28-നാണ് പെരിന്തൽമണ്ണയിൽ ചെറുകാട് ദിനപരിപാടി സംഘടിപ്പിക്കുന്നത്. തുടർന്ന് മാർച്ച് വരെ ജില്ലയിലും സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. ഒക്ടോബറിന് ശേഷം നവംബർ തൊട്ടുള്ള 6 മാസക്കാലത്തിനിടയിൽ മലപ്പുറം ജില്ലയിൽ ഒരു 5 കേന്ദ്രങ്ങളിലും കേരളത്തിലെ ഒരു 5-6 ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇതേ പ്രമേയം വെച്ചുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കാൻ ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നുണ്ട്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ചെറുകാടിൻ്റെ ആത്മകഥ ഇവിടെ മോനമാഷ് സൂചിപ്പിച്ചതുപോലെ മഹാത്മജി എങ്ങനെയാണോ സ്വന്തം ജീവിതം എങ്ങനെ തൻ്റെ സന്ദേശമാക്കിയോ അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് അവരുടെ ജീവിതം കൊണ്ട് ഒരു സന്ദേശം നൽകിയത് എന്ന പ്രമേയം, അതാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീത മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ മുസ്ലിം കവി വിദ്വാൻ കെ ഇസാഖ് മാസ്റ്ററെക്കുറിച്ച് KT ജലീൽ MLA എഴുതിയ പുസ്തകം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് അലനല്ലൂരിൽ നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യും. പുസ്തക പ്രകാശനവും തുടർന്ന് നടക്കുന്ന സെമിനാറും മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അലനല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്വാൻ ഇസാഖ് സാഹിബ് കേരളത്തിൻ്റെ ദാരാഷുക്കോ എന്ന പേരിൽ KT ജലീൽ MLA എഴുതിയ പുസ്തകം ചിന്ത പബ്ലിക്കേഷൻസാണ് പ്രസിദ്ധീകരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം അലനല്ലൂർ ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി പുസ്തകം പ്രകാശനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സെമിനാറും പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ വി കാർത്തികേയൻ നായർ പുസ്തകം പരിചയപ്പെടുത്തി പ്രഭാഷണം നടത്തുമെന്ന് സംഘാടക സമിതി ചെയർമാൻ KA സുദർശനകുമാർ അറിയിച്ചു. ഭഗവത്ഗീത ഇന്ത്യയിൽ ആദ്യമായി വിവർത്തനം ചെയ്ത മുസ്ലിം പണ്ഡിതനാണ് ഇസാഖ് മാഷ്. അലനല്ലൂരിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ഇസാഖ് മാഷുടെ ഈ പ്രവർത്തനങ്ങളെ കണ്ട് മനസ്സിലാക്കി അതേ സംബന്ധിച്ച് KT ജലീൽ എഴുതിയിട്ടുള്ള പുസ്തകം അലനല്ലൂരിൽ വെച്ച് തന്നെ പ്രകാശനം നിർവഹിക്കപ്പെടുക. വിദ്വാൻ ഇസാഖ് സാഹിബ് കേരളത്തിൻ്റെ ദാരാഷുക്കോ എന്ന പേരിലുള്ള ഈ പുസ്തകം 22-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് അലനല്ലൂർ ക്രൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയാണ് പ്രകാശനം നിർവഹിക്കുന്നത്. അലനല്ലൂർ സർക്കാർ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു പരേതനായ K ഇസാഖ്. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കൺവീനർ ഫിറോസ് കിടത്ത്, കാസിം ആലായൻ, ശശിപാൽ, PP മൻസൂർ, നജീബ് പരിയാരൻ, രാജു കൃഷ്ണൻ, P അബ്ദുൽ കരീം, ടോമി തോമസ്, PM മധു, ഗോപാലകൃഷ്ണൻ, K മുഹമ്മദ് അലി, PK രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. അഖിലേന്ത്യാ കിസാൻ സഭ മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി. അഖിലേന്ത്യാ കിസാൻ സഭ മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണ വ്യാപാര ഭവനിലാണ് നടന്നത്. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ സമീപനങ്ങൾ, കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ നിലപാടുകൾ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. കർഷകരുടെ ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുകയും ഉൽപ്പാദനക്ഷമത കുറയുകയും കർഷകന് കിട്ടേണ്ട യഥാർത്ഥ വില കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഈ കഴിഞ്ഞ കാലത്ത് രാജ്യം കണ്ട ഏറ്റവും ശക്തമായ കർഷക സമരം നടന്നിട്ടും അതിനോട് കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞ സമീപനമാണ് സ്വീകരിച്ചതെന്നും സമ്മേളനം വിലയിരുത്തി. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPI മലപ്പുറം ജില്ലാ സെക്രട്ടറി PK കൃഷ്ണദാസ്, കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറിമാരായ P തുളസീദാസ് മേനോൻ, KP വസന്തകുമാർ, A പ്രദീപൻ, BKMU ജില്ലാ സെക്രട്ടറി OK അയ്യപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് നിയാസ് പുളിക്കലകത്ത്, സെക്രട്ടറി E സൈദലവി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഏറനാട് കർഷക കലാപം ഉൾപ്പെടെ കയ്യൂർ സമരം ഉൾപ്പെടെ എല്ലാം കർഷക പോരാട്ടങ്ങളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നു. ആ കർഷക പോരാട്ടങ്ങളാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തെ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിയിണക്കിയത്. ആ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിയിണക്കിയപ്പോൾ സാമ്രാജ്യവിരുദ്ധ മുദ്രാവാക്യമായി ഉയർത്തി
കൃഷിഭൂമി കൃഷിക്കാരൻ എന്ന മുദ്രാവാക്യം അവരാദ്യമായി കേട്ടു. ജന്മിത്വവും നാടുവാണിത്വവും അവസാനിക്കണമെന്ന മുദ്രാവാക്യം അവർ ഏറ്റെടുത്തു. അങ്ങനെയാണ് രാജ്യത്തിലെ കൃഷിക്കാരെ നമ്മൾ സംഘടിപ്പിക്കുകയും സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി കൂട്ടിയിണക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സർഗാത്മകമായ ഒരു ദേശീയ സമരമാക്കി വളർത്തിയെടുക്കുന്നതിൽ കിസാൻ സഭ വളരെ പ്രധാനപ്പെട്ട പങ്കാണ്. മണ്ഡലം കമ്മിറ്റികൾ തിരിച്ചുള്ള ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും മറുപടി പ്രസംഗവും നടന്നു. സമ്മേളന പ്രമേയങ്ങളും അവതരിപ്പിച്ചു. കിസാൻ സഭയുടെ പുതിയ ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. സന്നദ്ധ സംഘടനകൾക്കായി പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കും. ഗാന്ധി ജയന്തി ദിനത്തിലാണ് പരിപാടി. സന്നദ്ധ പ്രവർത്തകർക്ക് ദിശാബോധം നൽകുകയാണ് ഉദ്ദേശമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷനാണ് സന്നദ്ധ സംഘടനകൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സർക്കാരിതര ഏജൻസികളുടെയും വിവിധ പദ്ധതികൾ പരിചയപ്പെടുത്തുക, സന്നദ്ധ സംഘടനകൾക്ക് എങ്ങനെയെല്ലാം ഫണ്ട് ലഭ്യമാക്കാൻ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്ക് ദിശാബോധം നൽകുകയാണ് ഉദ്ദേശമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. സന്നദ്ധ സംഘടനാ പ്രവർത്തന രംഗത്ത് നിരവധി തരത്തിലുള്ള ഓർഗനൈസേഷനുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രശ്നം ഇത്തരം ഓർഗനൈസേഷനുകളെല്ലാം ഒരു കൂട്ടായ്മയുടെ കീഴിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പലരും അവർ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടോ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയും എന്നാൽ ഇതിൻ്റെ അനന്ത സാധ്യതയായിട്ടുള്ള ഒരു NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ആശയത്തിലേക്ക് അവർ വരുന്ന സാഹചര്യം ഇല്ലാതെയായി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയുള്ള ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, NGOs, ലൈബ്രറികൾ, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് CH സെൻ്ററുകൾ, അത്തരത്തിൽ ചാരിറ്റി ഓർഗനൈസേഷനുകൾ, പാലിയേറ്റീവ് കെയർ സെൻ്ററുകൾ, ഇതൊക്കെ പ്രവർത്തിക്കുന്ന ഈ സംഘടനകളെ കൃത്യമായിട്ട് അവർക്കൊരു ദിശാബോധം നൽകി എങ്ങനെയാണ് ഒരു NGO വർക്ക് നടത്തേണ്ടത്, അതിനെന്തെല്ലാം സഹായങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമാകും, എന്തെല്ലാം സഹായങ്ങൾ CSR ഫണ്ട് വഴി നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിനേക്കാളും വലിയ CSR ഫണ്ടുകൾ ചെലവഴിക്കുന്ന കമ്പനികളുടെ കൂട്ടായ്മകളുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ഗാന്ധി ജയന്തി ദിനത്തിൽ വളരെ വിപുലമായിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാമോടുകൂടെ ഒരു NGO സമ്മിറ്റ് നടക്കുകയാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ പൊന്നിയാകുറിശി ISS എഡ്യൂക്കേഷണൽ കോംപ്ലക്സിലെ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമി ഹാളിലാണ് ശില്പശാല നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടക്കുന്ന ശില്പശാലയിൽ വിദഗ്ധർ പങ്കെടുക്കും. സന്നദ്ധ സംഘടനകൾ, സൊസൈറ്റികൾ, ട്രസ്റ്റ് കമ്പനി, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹെൽത്ത് ക്ലബ്ബുകൾ, പുതിയ സംഘടനകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ, MSW, BSW വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് ശില്പശാലയിൽ പങ്കെടുക്കാം. ET മുഹമ്മദ് ബഷീർ MP ശില്പശാല ഉദ്ഘാടനം ചെയ്യും. സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അക്കാഡമി ഫോർ സിവിൽ സർവീസസിൽ പെരിന്തൽമണ്ണയിലെ പൊന്നിയാകുറിശ്ശിയിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു ഇൻസൈറ്റ് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരിശീലനങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ MP ആണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലപ്പുറത്ത് NGO രംഗത്ത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ CH സെൻ്റർ, പ്രത്യേകിച്ച് തിരുവനന്തപുരം CH സെൻ്ററിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ നന്നായി NGO രംഗത്ത് തന്നെ ഒരു മാതൃകയായി അദ്ദേഹം കൊണ്ടുപോവുകയാണ്. അദ്ദേഹമാണ് ഉദ്ഘാടനം. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ പരമാവധി NGO രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും സദയം ക്ഷണിക്കുകയാണ്. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജനകീയ ക്യാമ്പയിൻ നിർവാഹക സമിതി രൂപീകരണ യോഗം ചേർന്നു. പ്രസിഡന്റ് P. ചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ജനകീയ ക്യാമ്പയിൻ നിർവഹണ സമിതി രൂപീകരണ യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. 2025 മാർച്ച് 31 പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് ആവശ്യമായ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി കേരള സർക്കാർ 2 വർഷത്തിലധികമായി വലിയൊരു പ്രയത്നത്തിലാണ്. അതിനായി ഒരു മിഷനെ രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനമായി ഹരിത കേരള മിഷൻ രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനമായി 2 വർഷത്തിലധികമായി വലിയ സജ്ജീകരണത്തോടുകൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ
ഉള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള എല്ലാവിധ സർക്കാർ സ്ഥാപനങ്ങളും അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സീറോ വേസ്റ്റ് ഡേ അതിന്റെ മുന്നേ ആയി നമ്മുടെ കർത്തവ്യം പൂർത്തീകരിക്കുന്നതാണ്. നമ്മുടെ കർത്തവ്യം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറവിടങ്ങളിൽ മാലിന്യം സംസ്കരിക്കുന്നതിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. വാർഡ് മെമ്പർ പി ഉണ്ണിയൻകുട്ടി അധ്യക്ഷനായി. ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ പ്രേംദാസ് വിഷയാവതരണം നടത്തി. മാതൃക എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു 5 പേരുകൾ കുറച്ച് ചെടികൾ വൃത്തിയാക്കുന്നതോ എവിടെയെങ്കിലും വെട്ടിത്തെളിക്കുന്ന ഫോട്ടോ ഇടണ്ട എന്ന് സർക്കാർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വേറെ ചെയ്തോ. ഒക്ടോബർ 2 അത് വേണ്ട. വൃത്തിയാക്കുന്നതിന്റെ ഫോട്ടോ ഒന്നും അല്ല ചെയ്യേണ്ടത്. ചില പഞ്ചായത്തിൽ MCF ഉദ്ഘാടനം ചെയ്യും. ഞങ്ങളുടെ നെന്മാറ ഭാഗത്ത് ചിറ്റൂർ ഭാഗത്തൊക്കെ MCF ഉദ്ഘാടനം ഒക്ടോബർ 2 പണി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BDMCF ഉദ്ഘാടനം. ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, നിർവഹണ ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, CDS പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ, NSS പ്രവർത്തകർ, അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ചെർപ്പശ്ശേരി നഗരസഭ തുല്യതാ പരീക്ഷാ പഠിതാക്കൾക്കായി സംഘടിപ്പിച്ച കലാസംഗമം വർണ്ണാഭമായി. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെർപ്പശ്ശേരി നഗരസഭയിലെ തുല്യതാ പരീക്ഷാ പഠിതാക്കൾക്കായാണ് നഗരസഭ കലാസംഗമം സംഘടിപ്പിച്ചത്. അക്ഷരധ്വനി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭ ചെയർമാൻ P. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചുള്ള പദ്ധതി, വിദ്യാഭ്യാസ രംഗത്ത് നിരവധിയായ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അതിലൊരു പരിപാടിയാണ് തുടർ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായ തുല്യതാ പരീക്ഷ നടത്തുന്ന പരിപാടി. അതിന് നിരവധിയായ അധ്യാപകരും ഒക്കെ തന്നെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെയാണ് 10ാം ക്ലാസ് പരീക്ഷ പാസ്സാവാൻ വേണ്ടി സഹായിക്കാൻ, അതിന് നേതൃത്വം വഹിക്കാൻ നമ്മുടെ നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ള അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ മുതൽ EMS ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത്. പരിപാടിയിൽ തുല്യതാ പരീക്ഷ പഠിതാക്കളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ C. കമലം അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT സാദിഖ് ഹുസൈൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫന പാറയ്ക്കൽ, കൗൺസിലർമാരായ സൗമ്യ, മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. പോഷൺ മാ 2024 എന്ന പേരിൽ ദേശീയ പോഷക മാസാചരണവും ബോധവൽക്കരണവും തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലും നടന്നു. പ്രസിഡന്റ് KPM സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യമേള, അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും വിവിധ മത്സരങ്ങൾ എന്നിവ ഉണ്ടായി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ നടപ്പിലാക്കുന്ന ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചാമപ്പറമ്പ് AMLP സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഭക്ഷ്യമേള, അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും വിവിധ മത്സരങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു. നാട്ടിൽ ലഭ്യമാകുന്ന പോഷക സമ്പുഷ്ടമായ വസ്തുക്കളുടെ പ്രദർശനവും ധാന്യങ്ങൾ കൊണ്ട് കളങ്ങളും തീർത്തിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ICDS എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ICDS എന്നോ അല്ലെങ്കിൽ അംഗൻവാടി നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് അംഗൻവാടിയുടെ സേവനങ്ങളെന്നോ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ആ അംഗൻവാടിയിൽ എനിക്ക് സമീപിക്കാൻ വേണ്ടി കഴിയുക എന്നൊന്ന് പലപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സംശയമായിരിക്കും. പലർക്കും സംശയമായിരിക്കും, എല്ലാവർക്കും ഞാൻ പറയുന്നു. അപ്പം ഈ വസ്തുതകളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണ നമുക്കുണ്ടാവുക എന്നുള്ളത് നമ്മുടെ അവകാശം നിഷേധിക്കപ്പെടാതിരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. പഞ്ചായത്ത് അംഗം PT സഫിയ അധ്യക്ഷയായി. ICDS സേവനങ്ങളെക്കുറിച്ച് കോർഡിനേറ്റർ മൂസ പട്ടാമ്പി ക്ലാസ് എടുത്തു. സൂപ്പർവൈസർ രമാദേവി, EK റഷീദ്, MK ലീല തുടങ്ങിയവർ പങ്കെടുത്തു.
ഖത്തർ KMCC പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റി MSF പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ചിറക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CMA കരീം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മണ്ഡലത്തിലെ 60 വിദ്യാർത്ഥികൾക്കാണ് വർഷം 10,000 രൂപ വീതം സ്കോളർഷിപ്പായി നൽകുന്നത്. ചടങ്ങിൽ വയനാട് ദുരന്തമുഖത്ത് പ്രവർത്തിച്ച വൈറ്റ് ഗാർഡ് അംഗങ്ങൾക്ക് ആദരവും ഒരുക്കി. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ധാരാളം പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ, പഠിപ്പിക്കുവാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾ, പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, അതിനൊരു പരിധിവരെ സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഇതുപോലെയുള്ള സന്നദ്ധ സംഘടന, അവിടെയാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കാനുള്ളത്. ഒരു കാലഘട്ടത്തിൽ പല കാരണങ്ങൾ കൊണ്ട് സാമ്പത്തികം, സ്ഥാപനങ്ങളുടെ കുറവ്, വിദ്യാഭ്യാസ രംഗത്തിനുള്ള താല്പര്യമില്ലായ്മ, ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്നലകളിൽ നമ്മുടെ പൂർവ്വപിതാക്കൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ഒരു വലിയ സൗകര്യമാണ് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഖത്തർ KMCC ജില്ലാ പ്രസിഡന്റ് PP ജാഫർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ്, ജില്ലാ ഭാരവാഹികളായ KTA ജബ്ബാർ, PT മുഹമ്മദ്, CS സാജിദ്, E മുസ്തഫ മാസ്റ്റർ, KP മുഹമ്മദ് അലി, ഗഫൂർ ചല്ലിയിൽ, BT സാജിദ്, ഫാറൂഖ് പനംകുറ്റിയിൽ, KV മുഹമ്മദ്, ഉമ്മർ മാഞ്ഞാമ്പ്ര, ഉസ്മാൻ മച്ചിങ്ങത്തൊടി, KKM ഷെരീഫ്, ഇസ്മായിൽ വിളയൂർ, PKM ഷഫീഖ്, KM ഷാക്കിർ, ഡാനിഷ് സയാദ്, K സഫർ ഷാ, KM ആഷിഫ് എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം യൂണിറ്റ് സമ്മേളനം ചേർന്നു. പ്രകടനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. മേഖലാ പ്രസിഡന്റ് സിബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അജിത്ത് അധ്യക്ഷനായി. സെക്രട്ടറി ഷെബിൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വിമൽ മണികണ്ഠൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഓട്ടംതുള്ളൽ കലാകാരൻ കലാമണ്ഡലം വിഷ്ണുഗുപ്തയെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് മെമ്പർ MK ദ്വാരകാനാഥൻ ചടങ്ങിൽ ആദരിച്ചു. മേഖലാ സെക്രട്ടറി സുഭാഷ്, P ഹരിഗോവിന്ദൻ, P സലീം, രവി കുളക്കാടൻ, അശോക് എന്നിവർ സംസാരിച്ചു. യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി അജിത്തിനെ പ്രസിഡന്റായും ഷെബിനെ സെക്രട്ടറിയായും TK സുമേഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വല്ലപ്പുഴ ചെറുകോട് മഹാദേവ പന്തൽ ക്ഷേത്ര സമിതിയുടെയും ഗായത്രി ഗുരുകുലവും സംയുക്തമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ഹാബിറ്റേറ്റിംഗ് ക്ലാസ് നടത്തി. ഗായത്രി ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകർജിയുടെ ശിഷ്യൻ നിമേഷ് ബാലൻ ക്ലാസ്സിന് നേതൃത്വം നൽകി. സിമ്പിളായിട്ട് പറയാം, രാവിലെ എണീച്ചിട്ട് ഒന്ന് നല്ല തെളിച്ചുകൊണ്ട് ചെറിയൊരു സൂര്യപ്രകാശം ഒന്ന് നടന്നാൽ മനസ്സിന് സന്തോഷം വരുമല്ലോ? വരുമോ? ഒരു കുഞ്ഞു കുട്ടിയുടെ ഒപ്പം കളിച്ചാൽ സന്തോഷം വരുമോ? അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിരുന്ന് കുറച്ച് നേരം നമ്മൾ ഭയങ്കര ഡള്ളായിട്ട് പോയിരുന്ന് കുറച്ച് നേരം അമ്മയൊക്കെ കെട്ടിപ്പിടിച്ചിരുന്ന് അച്ഛനൊക്കെ കെട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ സന്തോഷം വരുമോ? ഇല്ലയോ? വരും. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നറിയോ? നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റീവായിട്ടുള്ള പ്രാണം നിറയുകയാണ്. 100-ൽ പരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടി മഹാദേവ പന്തൽ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബാലസുബ്രഹ്മണ്യൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ CP, T ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി. ക്ലാസ്സിൽ കുട്ടികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും നൽകി. എല്ലാ മാസവും സദ്ഗമയുടെ ക്ലാസുകൾ ക്ഷേത്രം ഹാളിൽ നടത്തുവാൻ തീരുമാനിച്ചു. ഒരു ഇടവേള കൂടി. മറ്റു വാർത്തകൾ. പട്ടാമ്പിയിൽ പെൻഷൻകാരുടെ കുടുംബമേള നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി മേള ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി സൗത്ത് കുടുംബമേളയാണ് പട്ടാമ്പി പെൻഷൻ ഭവനിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടന്നത്. അപ്പോൾ നമുക്കറിയാം വിപുലമായ പരിപാടികളൊന്നും തന്നെ ഇപ്രാവശ്യം ഓണത്തോടനുബന്ധിച്ചൊന്നും നടത്തിയില്ല. കോളേജുകളിലായാലും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെല്ലാം ഒരു മിതമായ രീതിയിൽ. കാരണം ഈ ഓണങ്ങളുടെ ഉപജീവന ഒരു ഉത്സവങ്ങളുടെ ഉപജീവന നടത്തുന്ന കച്ചവടക്കാരുടെ ഓണത്തിനോടനുബന്ധിച്ച് നിരവധിയായ ഉൽപ്പന്നങ്ങളാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. ഉദാഹരണത്തിന് പൂക്കച്ചവടം തന്നെ അല്ലെ, ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ പൂവിട്ടഴിക്കുന്നത്. അപ്പൊ അവരെ
ഇന്നാണെങ്കിൽ ഇപ്പൊ കുടുംബശ്രീകളടക്കം ഏറ്റെടുത്ത് വിവിധ പ്രദേശങ്ങളിൽ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഈ ഓണാഘോഷത്തോടനുബന്ധിച്ചാൽ വിറ്റഴിക്കാൻ ലാഭം കിട്ടുന്ന സമയം കൂടിയാണ്. അപ്പൊ അതൊക്കെ എന്താ പറയുക, യൂണിറ്റ് പ്രസിഡന്റ് NP പിള്ള അധ്യക്ഷനായി. AP രവീന്ദ്രനാഥൻ, KM ഉണ്ണികൃഷ്ണൻ, കമല, ബൈജു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. SNDP ചെർപ്പശ്ശേരി ശാഖായോഗം സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ 97ാമത് സമാധി വാർഷികാചരണത്തിന്റെ ഭാഗമായാണ് SNDP യോഗം ചെർപ്പശ്ശേരി ശാഖയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കച്ചേരിക്കുന്ന് ശ്രീനാരായണ ഗുരു മന്ദിരത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ നാടിന് നൽകിയ, നമ്മളെ ഒരു ഭ്രാന്താലയമായിരുന്ന സവർണ മത, സവർണ ജാതി കോമരങ്ങളുടെ ദാസ്യവൃത്തി ചെയ്ത് ജീവിച്ചിരുന്ന വലിയ ഒരു സമൂഹത്തെ, അടിമതുല്യരായി ജീവിച്ചിരുന്ന, നിരക്ഷരായി അവകാശബോധമില്ലാതെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അതിനാശയപരമായി അവർക്ക് അടിത്തറ നൽകിക്കൊണ്ട് ഇന്നീ കാണുന്ന കേരളം സൃഷ്ടിച്ചെടുത്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച മഹാനായിരുന്നു ശ്രീനാരായണ ഗുരു എന്നുള്ളത് എനിക്കറിയാം. പരിപാടിയുടെ ഭാഗമായി സൗജന്യ കഞ്ഞിയും പുഴുക്കും വിതരണവും നടന്നു. ശാഖാ പ്രസിഡന്റ് രാമചന്ദ്രൻ കരിപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി പീതാംബരൻ, SNDP ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സെക്രട്ടറി CC ജയൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെർപ്പശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് KA ഹമീദ്, വിജയൻ കാഞ്ഞിരത്തിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ഹോളി ക്രോസ് ദേവാലയത്തിൽ വിശുദ്ധ കുരിശിന്റെ മഹത്വീകരണ തിരുനാൾ ആരംഭിച്ചു. 3 ദിവസങ്ങളിലാണ് ചടങ്ങുകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കൊടിയേറ്റ് നടന്നു. തുടർന്ന് ജപമാല, ദിവ്യബലി, വചന പ്രഘോഷണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ഫാദർ വിജീഷ് ഡെനീസ് നേതൃത്വം നൽകി. ചടങ്ങുകൾ ഞായറാഴ്ച സമാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരോടുള്ള ബഹുമാനത്തിനും ഭക്തിയിലും വളർന്നതുമായി തിരുനാളുകൾ കൊണ്ടാടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. പരിശുദ്ധ കുരിശിന്റെ തിരുനാൾ ആരംഭം വാണിജ്യ വാർത്തകൾ. ശ്രീകൃഷ്ണപുരം പോളോ മെൻസ് ആൻഡ് കിഡ്സ് സ്റ്റോറിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പർച്ചേസുകളുടെ നറുക്കെടുപ്പ് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടന്നു. ആദ്യ 5 സമ്മാനങ്ങളാണ് നറുക്കെടുത്തത്. ശ്രീകൃഷ്ണപുരത്ത് പുരുഷ വസ്ത്രങ്ങളുടെയും കുട്ടികളുടെ വസ്ത്രങ്ങളുടെയും പുത്തൻ ലോകം സമ്മാനിച്ച പോളോ മെൻസ് ആൻഡ് കിഡ്സ് സ്റ്റോറിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പാണ് നടന്നത്. 1ാം സമ്മാനമായ വാഷിംഗ് മെഷീൻ കൂപ്പൺ നമ്പർ 152 റോഷിൻ കരസ്ഥമാക്കി. 2ാം സമ്മാനം LED TV കൂപ്പൺ നമ്പർ 459 കല്ലുവഴി സ്വദേശി സുധീഷിനും 3ാം സമ്മാനമായ മിക്സി കൂപ്പൺ നമ്പർ 321 കുളക്കാട് സ്വദേശി പ്രജിത്തിനും ലഭിച്ചു. 4ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ കൂപ്പൺ നമ്പർ 433 കണ്ണനും. 5ാം സമ്മാനം പ്രഷർ കുക്കർ കൂപ്പൺ നമ്പർ 479 കരിമ്പുഴ സ്വദേശി അബിൻദേവും കരസ്ഥമാക്കി. നറുക്കെടുപ്പ് ചടങ്ങിൽ സ്ഥാപന ഉടമയും മറ്റ് ജീവനക്കാരും നാട്ടുകാരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ യുവാവ് കാപ്പ നിയമപ്രകാരം ഒറ്റപ്പാലത്ത് അറസ്റ്റിൽ. കണ്ണിയമ്പുറം സ്വദേശി വിഷ്ണു എന്ന സൽമാനെയാണ് കാപ്പ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. 6 മാസത്തെ കരുതൽ തടവിനായി ഇയാളെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. അമ്പലപ്പാറയിൽ ഓട്ടോ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്നും 85,000 രൂപ കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശി രംഗൻ എന്ന സന്തോഷ് ബാബുവാണ് അറസ്റ്റിലായത്. മോഷണം സമാനമായ കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പിടാൻ പൊളിച്ച റോഡ് പഴയപടിയാക്കിയില്ല. അപകടക്കടിയായി കരിങ്കലത്താണി വെട്ടത്തൂർ തൂത റോഡ്. പൊളിക്കാൻ കാണിച്ച താൽപര്യം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർക്കില്ലെന്ന ആക്ഷേപം. ചെറുകാടിന്റെ ആത്മകഥ ജീവിതപാത 50 ആണ്ടിന്റെ നിറവിൽ. ആത്മകഥയെ ആസ്പദമാക്കി വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ ഒരുക്കങ്ങൾ തുടങ്ങി.
കർഷക സമരങ്ങളോട് കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞ സമീപനമാണ് സ്വീകരിച്ചതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. കിസാൻ സഭ മലപ്പുറം ജില്ലാ സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.